യെസ് മക്കളെ, ഹായ് എവരിവൺ. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടി അല്ലേ, ഓൺ എക്സാം മുൻപിൽ വന്ന് നിൽക്കുവാണ്, ഓൺ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുവാണെന്നറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ വിന്നേഴ്സ് ഒരുക്കുന്ന അക്കാദമിക് ഇൻസൈറ്റിൻ്റെ ഒരു സെക്ഷനാണ് ഇത്. നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി നമ്മൾ വിന്നേഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സും മക്കൾ കൃത്യമായി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏറ്റവും സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് ദ അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ എത്രയാണ് നമുക്കറിയാം. എത്രയാണ് മക്കളെ? 6.022 into 10⁻23 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. അവഗാഡ്രോ നമ്പർ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. 6.22 into 10⁻23. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ ഭാഗത്തു നിന്നാണ്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ലോസ് അറിയാം അല്ലെ. നമ്മൾ ലോസ്, അതിന്റെ നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട്. കൃത്യമായ ലോസ് എല്ലാം പഠിക്കണം. ഇപ്പൊ തന്നിരിക്കുന്ന നമ്പർ 2.005 ആണ്. അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇടയിൽ വരുന്ന സീറോസ് സിഗ്നിഫിക്കന്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്രയായിരിക്കും? 2ഉം 0ഉം 0ഉം 5ഉം 4ഉം എന്ത് തന്നെയാണ്? സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. അതുകൊണ്ട് നമുക്ക് 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആർ ദെയർ. അതിന്റെ ആൻസർ വരുന്നത് 4 ആണ്. ബി ഓപ്ഷനായ 4 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് ഗിവ് എക്സാമ്പിൾ ഫോർ ഈച്ച്. എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ, എന്താണ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഹോമോജീനിയസ് മിക്സ്ചർ, the components are completely mixed with each other and are uniformly distributed. Its composition is uniform throughout. അതായത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പോണൻസ് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ അത് ത്രൂ ഔട്ട് എല്ലാ സ്ഥലത്തും ഒരേപോലെ എന്താണ് പടർന്നിട്ടുണ്ടെങ്കിൽ, ഒരേപോലെയാണെങ്കിൽ, ഇപ്പൊ പഞ്ചസാര വെള്ളം എടുത്തു. എന്റെ എക്സാമ്പിൾ പറയുന്നത് ഷുഗർ സൊല്യൂഷൻ ആൻഡ് എയർ എന്നാണ്. ഷുഗർ സൊല്യൂഷനിൽ എന്താണ് പ്രത്യേകത? ഏത് ഭാഗത്തും നമ്മൾ എടുത്താലും അതിലൊക്കെ ഷുഗറിന്റെ കണ്ടന്റ് ഒരുപോലെ ആയിരിക്കും അല്ലെ. അപ്പം അതിന്റെ കോമ്പോസിഷൻ യൂണിഫോം ആണെങ്കിൽ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ അത് ഹോമോജീനിയസും. അതല്ല, in a heterogeneous mixture the components are not completely mixed with each other and are not uniformly distributed. Its composition is not uniform throughout. അതായത് കൃത്യമായിട്ട് നമുക്ക് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിക്സ്ചർ ഓഫ് സാൾട്ട് ആൻഡ് ഷുഗർ അല്ലെ. പഞ്ചസാരയും അതുപോലെ തന്നെ ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് മിക്സ് ആയിട്ടുണ്ടോ? ഇല്ല. എല്ലാ സ്ഥലത്തും ഒരേ അളവിലായിരിക്കണം എന്നില്ല ഉപ്പും പഞ്ചസാരയും നിൽക്കുക അല്ലെ. പല അളവിലായിരിക്കും. അങ്ങനെ കൃത്യമായി മിക്സ് ചെയ്യാതെ അതിന്റെ കോമ്പോസിഷൻ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഹെറ്ററോജീനിയസ് മിക്സ്ചർ ആയിരിക്കും. ഇനി ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ molarity of NaOH in the solution prepared by dissolving 4 gram of NaOH in enough water to form 250 ml of the solution. Molecular mass of NaOH is equal to 40. molarity, mole fraction, ഇത് മൂന്നും പഠിച്ചു വെച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. മൊളാരിറ്റി ആണ്. നമുക്ക് മൊളാരിറ്റിക്ക് നമ്മൾ പല ഇക്വേഷൻസും പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ, അത് പഠിച്ചിട്ടുണ്ട്. അതിൽ മാസ് ഓഫ് NaOH ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് NaOH ഓൾ ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ, അത് മറ്റൊരു ഇക്വേഷൻ ആണ്. അതല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, 1000 into WB ഡിവൈഡഡ് ബൈ MB into വോളിയം അല്ലെ. WB എന്ന് വെച്ചാൽ എന്താണ്? ബി എന്തായിട്ട് കൺസിഡർ ചെയ്യുക? സൊല്യൂട്ടിനെയാണ് ബി ആയിട്ട് കൺസിഡർ ചെയ്യുക. WB എന്ന് വെച്ചാൽ ഗിവൺ മാസ് ആണ്. ഓക്കെ, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്. MB എന്ന് വെച്ചാൽ മോളാർ മാസ് ആണ്. അപ്പം MB എന്ന് പറഞ്ഞാലോ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ഇപ്പൊ ഇക്വേഷൻ വെച്ച് ചെയ്യുവാണെങ്കിൽ 4 gram ഡിവൈഡ് ബൈ 40 ഡിവൈഡ് ബൈ 0.250 ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. 0.250 ലിറ്റർ. അത് ചെയ്യുമ്പോൾ നമുക്ക് 0.1 മോൾ ഡിവൈഡ് ബൈ 0.250 ലിറ്റർ ചെയ്ത് കഴിയുമ്പോൾ 0.4 മോൾ ലിറ്റർ പെർ 0.4 മോൾ പെർ ലിറ്റർ എന്ന് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് എന്താണ്? 1000 into WB ഡിവൈഡ് ബൈ MB into വോളിയം. അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴും എന്താണ്? 1000 into 4 ഡിവൈഡ് ബൈ 40 into 250 ml gives 0.4 മോളാർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മൊളാരിറ്റി എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. മൊളാരിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. അതുപോലെ തന്നെ മോൾ ഫ്രാക്ഷനും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അത്രയും ആ ഭാഗങ്ങൾ കൃത്യമായി മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 100 gram calcium carbonate decomposes to give 56 gram of CaO and 44 gram of CO2. Which law of chemical combination
state the law. Okay, 100 gram calcium carbonate heat ചെയ്തപ്പോൾ അത് എന്തായൊക്കെ ആയിട്ട് ഡീകമ്പോസ് ചെയ്തു? 56 gram CaOയും 44 gram CO2 അതിൽ നിന്നുണ്ടായി. അപ്പോൾ 56 plus 44 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 100 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് അല്ലേ? കാരണം ദ ടോട്ടൽ mass of reactants is equal to the total mass of product എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലോ ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. The matter can be neither be created nor be destroyed എന്നുള്ള ഇതാണ് ലോ. കൃത്യമായിട്ട് ലോ ഓഫ് കോമ്പിനേഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് ഒരു ലോയുമായി ബന്ധപ്പെട്ടാണ്. സ്റ്റേറ്റ് ആൻഡ് ഇലിസ്ട്രേറ്റ് ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. വൺ കോമ്പൗണ്ട്, ഓക്കെ, നമ്മൾ എടുക്കുവാണ് വൺ കോമ്പൗണ്ട്, ദ മാസ് ഓഫ് one element that combined with a fixed mass of other element are in the ratio of small whole number എന്നുള്ളതാണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ്റെ ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഒക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറി മാറി കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായി പഠിക്കണം. ഓക്കെ, എക്സാമ്പിൾ നമുക്കറിയാം, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് എന്തൊക്കെ ഉണ്ടാകും? ഹൈഡ്രജൻ പെറോക്സൈഡും ഉണ്ടാകും, വാട്ടർ ഉണ്ടാകും. ഓക്കെ, വാട്ടർ ഉണ്ടാവണമെങ്കിൽ എന്താണ്? 2 gram ഹൈഡ്രജൻ്റെ ഒപ്പം 16 gram ഓക്സിജൻ കൂടുമ്പോഴാണ് 18 gram വാട്ടർ കിട്ടുന്നത്. അതേസമയം 2 gram തന്നെ ഹൈഡ്രജനിലെ 32 gram ഓക്സിജൻ കയറുമ്പോൾ 34 gram ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് കിട്ടുന്നുണ്ട്. അപ്പം അതിൽ ഹൈഡ്രജന്റെ മാസ് എന്താണ്? കോൺസ്റ്റന്റ്, ഫിക്സഡ് മാസ് ആണ്. അതേസമയം ഓക്സിജന്റെ മാസിൽ വന്ന വ്യത്യാസം കൊണ്ട് 16:32 അല്ലെ, അല്ലെങ്കിൽ 1:2 എന്ന് പറയുന്ന ആ ഒരു വോൾ നമ്പർ റേഷ്യോയിൽ വന്ന മാറ്റം കൊണ്ടാണ് അവിടെ രണ്ട് കോമ്പൗണ്ട്, വ്യത്യസ്തമായ കോമ്പൗണ്ടുകൾ അവിടെ ഫോം ചെയ്യാനുള്ള കാരണം. അപ്പോൾ അതും കൃത്യമായി എക്സാമ്പിൾ സഹിതം പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ എംപിരിക്കൽ ഫോർമുല. അതായത് എംപിരിക്കൽ ഫോർമുല എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോളിക്കുലർ മാസ് ഓഫ് എ കോമ്പൗണ്ട് വിത്ത് എംപിരിക്കൽ ഫോർമുല CH is 78, ഫൈൻഡ് ഇറ്റ്സ് മോളിക്കുലർ ഫോർമുല. ഓക്കെ, അപ്പൊ എംപിരിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്. CHന്റെ എംപിരിക്കൽ ഫോർമുല 78 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മോളിക്കുലർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം എംപിരിക്കൽ ഫോർമുല എന്താണെന്ന് നോക്കാം. ആൻഡ് എംപിരിക്കൽ ഫോർമുല റെപ്രസെന്റ്സ് എ സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റം പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട്. എന്താണ് പറഞ്ഞിരിക്കുക? എംപിരിക്കൽ ഫോർമുല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പൗണ്ടിന്റെ ഏറ്റവും സിംപിളസ്റ്റ് വോൾ നമ്പർ റേഷ്യോനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എംപിരിക്കൽ ഫോർമുല CH തന്നിട്ടുണ്ട്. അതിന്റെ എന്താണ് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട. എന്താണ് മോളിക്കുലാർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര എന്ന് തന്നിട്ടുണ്ട്? 78 എന്ന് തന്നിട്ടുണ്ട് ഇല്ലേ? ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാൻ വേറെ പാടില്ല. എംപിരിക്കൽ ഫോർമുല നമുക്കുണ്ടെങ്കിൽ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു കാർബണും ഒരു ഹൈഡ്രജനും ഉള്ളൂ. കാർബൺ അറ്റോമിക് മാസ് 12 ആണ്, പ്ലസ് ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1 ആണ്. 12 plus 1 13 അല്ലെ. അപ്പൊ 78 ഡിവൈഡ് ബൈ 13 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മോളിക്കുലർ ഫോർമുല എന്തായിരിക്കും? C6H6 ആയിരിക്കും, ബെൻസീൻ ആയിരിക്കും കേട്ടോ. എങ്ങനെ എഴുതണം? C6H6 ഇത് ഇങ്ങനെ എഴുതിയാൽ മതി. C6H6 ഇതാണ് അതിന്റെ എന്താ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്നിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. എന്നിന്റെ ഇക്വേഷൻ എക്സാമിന് ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. N = മോളാർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിഫൈൻ 1 AMU. ഓക്കെ, 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണ്? ഡിഫൈൻ ലിമിറ്റിംഗ് റിയേജന്റ്. I will write the postulates of Dalton's atomic theory. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് 1 AMU എന്ന് പറയുന്നത്? 1 atomic mass unit is defined as a mass exactly to 1/12 of the mass of 1 carbon 12 atom. 1 atomic mass unit അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 1 atomic mass unit is defined as a mass exactly equal to 1/12 the mass of the carbon 12 atom. അതായത് ഒരു കാർബൺ 12 ആറ്റം എടുക്കുക. അത് കാർബൺ 12 ആറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 മാസ് ഉള്ള അറ്റോമിക് മാസ് ഉള്ള കാർബൺ ആറ്റം എടുത്ത് അതിനെ 12 ആയിട്ട് വിഭജിച്ച് കഴിഞ്ഞാൽ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഒരു ഭാഗം എടുത്താൽ അതിനേക്കാൾ എത്രയോ മടങ്ങാണ് എന്നുള്ളതാണ് 1 അറ്റോമിക് മാസ് യൂണിറ്റ്. ഇപ്പൊ 23 ആണ് സോഡിയത്തിന്റെ അറ്റോമിക് മാസ് എന്നെങ്കിൽ 23 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാർബൺ 12 ആറ്റത്തിന്റെ 12ൽ ഒരു ഭാഗം എടുത്താൽ അതിനേക്കാളും 23 ഇരട്ടി മാസ് ഉള്ള സാധനമാണ് എന്ത്? സോഡിയം ആറ്റം എന്നാണ് അതിന്റെ ഡെഫിനിഷൻ വരിക. ഓക്കെ, in a chemical reaction the reactant which gets consumed first limits the amount of product formed and is therefore called a limiting reagent. അതായത് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതാണ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആദ്യം തന്നെ ഫുള്ളി, അതായത് കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്തു പോകുന്ന റിയാക്ടന്റ് ഏതോ അതായിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. In a Dalton's atomic theory, matter consists of indivisible atoms. All atoms of a given element have identical properties including identical mass. Atoms of different elements differ in mass.
അതുപോലെ കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് കമ്പൈൻ ഇൻ എ ഫിക്സഡ് റേഷ്യോ. കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. ദീസ് ആർ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ആ പോസ്റ്റുലേറ്റ്സ് മക്കൾ കൃത്യമായി പഠിക്കണം. കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മുടെ വിന്നേഴ്സിന്റെ മെറ്റീരിയൽ പോസ്റ്റുലേറ്റ്സ് കിടപ്പുണ്ട്. അത് കൃത്യമായി പഠിച്ചാൽ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി സുഖസുന്ദരമായിട്ട് എഴുതാം. ഓക്കെ, അത്രയും സിമ്പിൾ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം ടു ഡിഫറെന്റ് കോമ്പൗണ്ട്സ്. ഏതൊക്കെയാണ്? വാട്ടർ ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലേ. വിച്ച് ലോ ഇസ് ഒബൈഡ് ബൈ ദിസ് കോമ്പിനേഷൻ? നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. സ്റ്റേറ്റ് ദ ലോ സ്റ്റേറ്റ് ചെയ്യുക. അതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ 0.0025 ആണെങ്കിൽ അതിലെന്താണ് സീറോസ് അവിടെ സിഗ്നിഫിക്കൻ്റ് അല്ല, 2ഉം 5ഉം മാത്രം സിഗ്നിഫിക്കൻ്റ് ഉള്ളൂ. അതുകൊണ്ട് അവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഉണ്ടാവുക. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് 285ൽ 3ഉം എന്ത് തന്നെയാണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അത് സ്റ്റേറ്റ് ചെയ്തതാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ലോ തന്നെയാണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ 2ഉം 5ഉം ആണ് ആദ്യത്തേൽ, അതുകൊണ്ട് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. രണ്ടാമത്തേൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Calculate the number of moles of O2 required to produce 240 gram of magnesium oxide by burning magnesium metal. Okay, atomic mass of magnesium 24ഉം oxygen 16ഉം തന്നിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യേണ്ട. മഗ്നീഷ്യം ഓക്സിജനോട് കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവുന്നു? മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അതിന്റെ ഇക്വേഷൻ ആണ് തരുന്നത്. Mg plus half O2 gives MgO. Okay, Mg plus half O2 gives MgO. ഓക്കെ, അത് മോളിക്കുലാർ മാസ് ഓഫ് MgO എങ്ങനെ കണ്ടുപിടിക്കാം? മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് മാസ് 24 ആണ്, പ്ലസ് ഓക്സിജന്റെ 16 ആണ്. ടോട്ടൽ ചെയ്യുമ്പോൾ 40 കിട്ടുന്നു. നമ്പർ ഓഫ് മോൾസ് ഓഫ് മഗ്നീഷ്യം പ്രസന്റ് ഇൻ ദ 240 ഗ്രാം ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഗിവൺ മാസ് അല്ലേ, അതായത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ഗിവൺ മാസ് എത്രയാണ് മക്കളെ? തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 240 ആണ്. അപ്പോൾ 240 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് എത്ര? നമുക്ക് 40 കിട്ടിയിട്ടുണ്ട്. അപ്പം 240 ഡിവൈഡ് ബൈ 40 ചെയ്യുമ്പോൾ നമുക്ക് 6 മോൾസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യം 6 മോൾ എടുക്കുമ്പോൾ ഓക്സിജൻ 3 മോൾ എടുത്താൽ മതി. കാരണം മഗ്നീഷ്യം 6 മോൾ, 1 മോൾ ഓഫ് മഗ്നീഷ്യം 6 ആണ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഹാഫ് O2 ചെയ്യുമ്പോൾ അല്ലെ 6 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 3 ആയിരിക്കും. അപ്പം 3 മോൾ ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? 240 ഗ്രാം ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് മാസ് പെർസെൻറ്റേജ് ഗിവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു കോമ്പൗണ്ടിൽ എന്താണ് 4.07% ഹൈഡ്രജൻ ഉണ്ട്, 24.27% കാർബൺ ഉണ്ട്, 71.65% ക്ലോറിൻ ഉണ്ട്. ഇറ്റ്സ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 98.96 ആണ്. വാട്ട് ആർ ദ എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല എന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ മാസ് പെർസെൻറ്റേജിൻ്റെ ആൻസർ കാണിച്ചു തരാം. മാസ് പെർസെൻറ്റേജ് എന്താണെന്നും അതിൻ്റെ ഇക്വേഷനുമാണ് തന്നിരിക്കും. മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, ഇനി ബിയുടെ ആൻസർ വരുന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം മക്കളെ? ഇവിടെ കൃത്യമായിട്ട് നോക്കുക. എലമെന്റ് കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ ആണ്. അതിന്റെ പെർസെൻറ്റേജ് ഓരോന്നും അതുപോലെ എടുത്തെഴുതുക. റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ഓക്കെ, നമ്പർ ഓഫ് മോൾ ഇവിടെ ആദ്യത്തെ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ 24.27 ഡിവൈഡ് ബൈ 12 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2.02 കിട്ടി. അടുത്തതിൽ എന്താണ്? 4.07 ഡിവൈഡ് ബൈ 1 കാർബൺ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4.07 കിട്ടി. അടുത്തതിൽ എന്താണ്? 71.65 ഡിവൈഡ് ബൈ 35.5 എന്ന് പറഞ്ഞാൽ ക്ലോറിന്റെ അറ്റോമിക് മാസ് ആണ്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2.018 കിട്ടി. ഓക്കെ, ഇനി എന്താണ്? ഏറ്റവും സ്മോളസ്റ്റ് ഫാക്ടറുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ഏറ്റവും സ്മോളസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതാണ്, 2.01 ആണ്. അപ്പോൾ നമ്മൾ അത് വെച്ച് ചെയ്യുക. 2.02 ഡിവൈഡഡ് ബൈ 2.01. അടുത്തതിൽ 4.07 ഡിവൈഡഡ് ബൈ 2.01. അടുത്തതിൽ 2.01 ഡിവൈഡഡ് ബൈ 2.01 ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഏകദേശം 1 തരിയായിരിക്കും വാല്യൂ കിട്ടുക. ഇവിടെ 2 കിട്ടും, ഇവിടെ 1 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാർബൺ എത്ര? കാർബൺ ഒന്നേ ഉള്ളൂ. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ക്ലോറിൻ എത്ര? 1. അപ്പോൾ ഇതായിരിക്കും എംപിരിക്കൽ ഫോർമുല. CH2Cl ആണ് എന്തായിട്ട് വരിക? എംപിരിക്കൽ ഫോർമുല ആയിട്ട് വരിക. CH2Cl ആണ് എംപിരിക്കൽ ഫോർമുല ആയിട്ട് വരിക. അത് എംപിരിക്കൽ ഫോർമുല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എംപിരിക്കൽ ഫോർമുല കിട്ടുന്നത് CH2Cl എന്നാണ് കേട്ടോ. ഓക്കെ, CH2Cl മോളിക്കുലാർ മാസ് 98.96 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കുക. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചു. കാർബണിന്റെ എംപിരിക്കൽ ഫോർമുല എഴുതുമ്പോൾ കാർബണിന്റെ എത്രയാണ്?
12 ആണ്, അവിടെ ഒരു കാർബൺ ഉള്ളത്. സോ 12 into 1 പ്ലസ് ഇനി അവിടെ ഹൈഡ്രജൻ 2 ഉണ്ട്. സോ 1 into 2 പ്ലസ് ക്ലോറിൻ അവിടെ ഒരെണ്ണേ ഉള്ളൂ. 1 into 3 35.5 ചെയ്ത് കഴിയുമ്പോൾ 49.5 കിട്ടും. എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താണ് മോളിക്കുലർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ചെയ്താൽ മതി. മോളിക്കുലർ മാസ് 98.96 ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് 49.5 ചെയ്യുമ്പോൾ 2 കിട്ടും. ആ 2 എന്ത് ചെയ്താൽ മതി, എംപിരിക്കൽ ഫോർമുലയിലേക്ക് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ CH2Cl മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C2H4Cl2 എന്ന് കിട്ടും. C2H4Cl2 എന്ന് കിട്ടും. ഇതാണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അത് ശരിക്കും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 1 mole is the amount of substance that contains as many elementary particles as 12 gram of 12 carbon isotope of carbon. Okay, what do you mean by molar mass of a compound? And calculate the number of moles in 1 liter of water. Also calculate the number of water molecules in 1 liter of water. Easy ആണ്, നമ്മൾ 10ൽ പഠിച്ചിരിക്കുന്നതാണ്. മോളാർ മാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ മാസ് ഓഫ് 1 mole of substance. Okay, 1 mole of any substance. ഒരു മോള് ഏതെങ്കിലും സബ്സ്റ്റൻസ് എടുത്താൽ അതിന്റെ മാസിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് വിളിക്കുക, മോളാർ മാസ് എന്ന് വിളിക്കുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് നമ്പർ ഓഫ് മോൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് മോൾ 1 ലിറ്റർ ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പം നമുക്കറിയാം 1 ലിറ്ററിനെ നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 ആകും. അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ എൻ്റെ മോളാർ മാസ്, വാട്ടറിന്റെ മോളാർ മാസ് 18 ആണ്. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 55.55 മോൾ പെർ ലിറ്റർ കിട്ടും. ആ 55.55 മോൾ 55 എന്നുള്ളത് എന്താണ്, നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് മോളിക്യൂൾസും കിട്ടും. ഓക്കെ, അതിന്റെ ആൻസർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. മാസ്, മോളാർ മാസ് എന്ന് വെച്ചാൽ ദ മാസ് ഓഫ് 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ. ഓക്കെ, ഗിവൺ മാസ് 1 ലിറ്റർ ആണ്. 1 ലിറ്ററിന് നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 ഗ്രാം പെർ ലിറ്റർ ഡിവൈഡ് ബൈ ഗിവൺ മാസ് മോളാർ മാസ് 18 ചെയ്ത് കഴിയുമ്പോൾ 55.55 മോൾ പെർ ലിറ്റർ കിട്ടും. നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ആ കിട്ടിയ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസും നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് മീൻ ബൈ ലിമിറ്റിംഗ് റിയേജന്റ് ഇൻ കെമിക്കൽ റിയാക്ഷൻ? ഓക്കെ, നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഹേബർ പ്രോസസ് N2 + 3H2 gives 2NH3 എന്ന് പറയുന്ന അമോണിയയുടെ പ്രിപ്പറേഷനിൽ 28 ഗ്രാം ഓഫ് നൈട്രജൻ 12 ഗ്രാം ഓഫ് ഹൈഡ്രജനുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ലിമിറ്റിംഗ് റിയാജന്റ് കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട, നമ്പർ ഓഫ് മോൾസ് തന്നെ കണ്ടുപിടിച്ചാൽ മതി. നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇപ്പൊ നൈട്രജനെ സംബന്ധിച്ച് നൈട്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ്, 14 ആണ് അല്ലെ. നൈട്രജൻ അറ്റോമിക് മാസ് 14 ആണ്. അങ്ങനെയാണെങ്കിൽ N2 എന്ന് പറയുമ്പോൾ എത്ര വരും, 2 × 14 = 28 എന്ന് കിട്ടും. അപ്പൊ 28 ഗ്രാം ആണ്. ഓക്കെ, നൈട്രജന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ പ്രകാരവും നൈട്രജൻ അവിടെ 1 മോൾ നൈട്രജൻ മോളിക്യൂളേ ഉള്ളൂ അല്ലെ, N2 എന്നാ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് ഗിവൺ മാസ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്, 28 ഗ്രാം അല്ലെ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു 28 ഗ്രാം നൈട്രജൻ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 28 ഡിവൈഡഡ് ബൈ എന്താണ് അതിന്റെ യഥാർത്ഥ മോളാർ മാസ് എത്ര തന്നെയാണ്, 28 ആണ്. അപ്പോൾ 1 മോൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. നൈട്രജന്റെ കേസ് 1 മോൾ. ഓക്കെ, ആ സമയം ഹൈഡ്രജൻ എടുക്കുമ്പോൾ ഹൈഡ്രജൻ ഇവിടെ എത്രയാണ്, 3H2 ആണ് അല്ലെ. അപ്പോൾ 3H2 എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1 ആണ്. H2 എന്ന് പറയുമ്പോൾ എന്താണ്, 2 × 1 = 2 കിട്ടി. 3H2 എന്ന് പറയുമ്പോൾ എന്താണ്, 2 × 3 അല്ലെ. 2 × 3 ചെയ്യുമ്പോൾ 6 കിട്ടി. അപ്പൊ 6 ഗ്രാം ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എത്രയാണ്, 12 ഗ്രാം ഹൈഡ്രജൻ ആണ്. അപ്പൊ 12 ഡിവൈഡഡ് ബൈ എത്ര, 6 ചെയ്യുമ്പോൾ നമുക്ക് 2 മോൾസ് കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, നൈട്രജൻ ആണ് എന്താ ലിമിറ്റിംഗ് റിയാക്ടന്റ്. ഓക്കെ, നൈട്രജൻ ആണ് ലിമിറ്റിംഗ് റിയാക്ടന്റ്. കാരണം ഹൈഡ്രജൻ 2 മോൾസ് ഉണ്ട്, നൈട്രജൻ 1 മോൾ ആണ്. അപ്പൊ ആദ്യം കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിരുന്ന ആരായിരിക്കും, നൈട്രജൻ ആണ്. അതുകൊണ്ട് നൈട്രജൻ ആണ്. അപ്പൊ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഒരു മെയിൻ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടാണ്. എംപിരിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാൻ, മോളിക്കുലർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാൻ, മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി, അതുപോലെ തന്നെ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇത്രയും ഭാഗം നല്ലപോലെ പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ നല്ലപോലെ പഠിക്കുക. സ്കൂളിൽ നിന്ന് ഇടുന്ന എക്സാം ആണ്, അതുകൊണ്ട് അത്യാവശ്യം എളുപ്പമായിരിക്കും. നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഫുൾ മാർക്സിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് സെക്കൻഡ് ചാപ്റ്ററുമായി കാണാം കേട്ടോ. യെസ്, ബൈ.